ഏവർക്കൊരു പുതിയൊരു പ്രഭാതം സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗത്തിലൂടെ കണ്ടുമുട്ടുന്ന വ്യക്തി ബർത്തിമീസാണ്. നമുക്കറിയാം, ഒരു അന്ധയാചകനാണ്. ഇവൻ അന്ധനായിരിക്കുമ്പോഴും വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു ക്രിസ്തുവിനെ അവൻ കേട്ടറിയുകയാണ്. ആ അറിഞ്ഞ ക്രിസ്തുവിന് വേണ്ടി, കേട്ടറിഞ്ഞ ക്രിസ്തുവിന് വേണ്ടി ഇവൻ എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള വലിയൊരു ഉത്തമ ബോധ്യം ഉണ്ടാകുന്നവൻ അവൻ വാവിട്ട് നിലവിളിക്കുന്നുണ്ടാവും. ഈ നിലവിളി ശബ്ദത്തിൽ നിന്നാണ് ശരിക്കും ക്രിസ്തുവിനെ തിരിച്ചറിയണത്. പക്ഷേ ക്രിസ്തു തിരിച്ചറിയുമ്പോഴും ഇവൻ ചെയ്യുന്നൊരു സുന്ദരമായൊരു കാര്യം സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് അവൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നുള്ളതാണ്. നമ്മൾ കേട്ടറിഞ്ഞ ക്രിസ്തുവിനെ ഇവൻ ഇത്രമാത്രം എൻ്റെ ജീവിതത്തിന് വിലപ്പെട്ടവനാണെന്നറിയുമ്പോൾ ചില കണ്ണുനീരുകൾ ഉണ്ടായാൽ മാത്രം പോരാ, എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ചില പുറംകുപ്പായങ്ങളെ ഉപേക്ഷിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം എനിക്ക് വലിയൊരു ബോധ്യം നൽകുന്നുണ്ട്. ഏതായിരിക്കും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിന് പുറംകുപ്പായം? എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളായിരിക്കാം, കുറവുകളായിരിക്കാം, പോരായ്മകളായിരിക്കാം, ചില നിരാശകളായിരിക്കാം, ചിലപ്പോൾ ഇന്നലകളിൽ എനിക്ക് പറ്റിപ്പോയ ചില വീഴ്ചകളായിരിക്കാം, എനിക്ക് ആരുമില്ല എന്ന സങ്കടമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പലതിനും വേണ്ടിയുള്ള എൻ്റെ ചില നെട്ടോട്ടങ്ങളായിരിക്കാം, സംതൃപ്തി ലഭിക്കാത്ത എൻ്റെ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ ചില ദുശീലങ്ങളുടെ അടിമത്തമായിരിക്കാം. എന്തുവാണോ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായി കണ്ടെത്തേണ്ട കാര്യമാണ്. ആ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി അതിനെ തിരുത്താൻ കഴിയുക എന്നുള്ളതാണ്. ഈ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ പുറംകുപ്പായ ഏതാ? ആ പുറംകുപ്പായത്തെ ഒന്ന് കണ്ടെത്താൻ, ആ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആ പുറംകുപ്പായ ഒന്ന് വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ഓടിയെടുക്കാൻ കഴിയട്ടെ. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളത് ബർത്തിമീസിൻ്റെ അസ്വസ്ഥതയായിരുന്നില്ല. എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പറിച്ചു മാറ്റേണ്ടത് അല്ലെങ്കിൽ ഊരി മാറ്റേണ്ട പുറംകുപ്പായം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കണ്ടെത്തി കൃത്യമായി ഒന്ന് തിരിച്ചെടുക്കാൻ, അതിനെ തിരിച്ചു നടക്കാൻ, ക്രിസ്തുവിലേക്കൊന്ന് ഓടിയെടുക്കാൻ ഈ ഒരു ദിവസം നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാവട്ടെ. അതിനുവേണ്ട എല്ലാ പ്രാർത്ഥനകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ